ഇത് ദൈവനിശ്ചയമാണ്. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ഞാൻ 2018 ജൂൺ മാസം ഇവിടെ അമ്മയുടെ നടയിൽ വരാൻ തുടങ്ങിയതാണ്. അമ്മ എനിക്ക് ഇതുവരെയും ഞാൻ വന്നതിൽ എനിക്ക് ഒരു ദോഷവും പറ്റിയിട്ടില്ല. എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ഞാൻ ഇവിടുത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അനുസരണമുള്ളവർക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനാണ് അമ്മയെക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിവ് തരുന്നത്. ഞാൻ വന്നിട്ട് എനിക്ക് ഇതുവരെയും ഒരു പിഴവും പറ്റിയിട്ടില്ല. എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് 6 വർഷമാണ്. മരുന്ന് കഴിക്കുകയോ ഞാനൊന്നും ചെയ്യാറില്ല. എന്നെ എല്ലാവരും ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ആശുപത്രിയിൽ പോകണില്ലേ എന്നായിരിക്കും. ഞാനങ്ങനെ പോവാം. പക്ഷേ ഞാൻ പോകില്ല. എൻ്റെ ഭഗവാൻ എനിക്ക് എല്ലാം ശരിയാക്കി തരും. അതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനിവിടെ വന്നു. എനിക്ക് അത്രയും ഒരു ഭാഗ്യം അമ്മ തന്നു. ഭഗവാന്റെ ഇതുകൊണ്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ അമ്മ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് ഞാൻ അനുസരണയോടുകൂടി വരാറുണ്ട്. അതിവിടെ വന്നതിന് ശേഷം തന്നെയാണ് എനിക്ക് എൻ്റെ മക്കളുടെ കല്യാണം നടന്നത്. ഒരുപാട് കടമുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് വിളിച്ച് പറയമ്മ കടക്കാരെന്നെ ശല്യം ചെയ്യണമ്മ. അമ്മ പറയും ഭഗവാനെല്ലാം ശരി മുറുകെ പിടിച്ചത്. ആ മുറുകെ പിടിച്ചതിന് എനിക്ക് ഒരുപാട് ഭാഗ്യം തന്നു. എൻ്റെ മനസ്സമാധാനം തന്നു. എനിക്ക് ഞാൻ എന്നും കരഞ്ഞു വരും. അമ്മയെ വിളിക്കുന്നതിൻ്റെ നടയിൽ വന്നിട്ട് അമ്മ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മരണം വരെ ഞാൻ കണ്ടതാണ്. അമ്മ നീ കൈവിടാതെ ഭഗവാൻ നിനക്ക് നല്ലത് തരും, നല്ലത് തരും. ഞാൻ അതേപോലെ എനിക്ക് ഭഗവാൻ നല്ലത് തന്നെ തന്നു. അതിവിടെ ആൾക്കാർക്ക് ഇവിടെ ഒരുപാട് ക്യൂ നിന്നും അടുത്തും ഒന്നും വരാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ചില ആളുകൾ അത് നിന്നിച്ചിട്ട് പോകും. ചിലർ പിടിച്ച് നിൽക്കുന്നവർക്ക് നല്ലത് തന്നെ കൊടുക്കും. അത് ഭഗവാന്റെ ഇതാണ്. എനിക്ക് പല്ലുവേദന വന്നാൽ ഞാൻ അമ്മയെ വിളിക്കും. ഓന് പല്ലുവേദന അമ്മ പല്ലുവേദന എന്ന് പറഞ്ഞ് അമ്മയുടെ കീർത്തനം പറഞ്ഞു തരും. ഭഗവാന്റെ കീർത്തനം പറയും. ഇത് പറഞ്ഞോ എന്നിട്ട് കുറച്ച് നേരം ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ഞാനിപ്പോൾ എനിക്ക് 2-3 ആക്സിഡൻ്റൊക്കെ ആയി. പഴക്കാൻ ഞാൻ അമ്മയെ വിളിച്ച് വന്ന് അമ്മ പറയും ഭഗവാന്റെ ബുക്ക് എടുത്ത് പ്രാർത്ഥിച്ച്. പിന്നെ ഈ കയ്യിൽ നീര് എനിക്ക് ബുദ്ധിമുട്ടെല്ലാം വിളിക്കുമ്പം ചൂടുവെള്ളം പിടിച്ച് വെളിച്ചെണ്ണ പുരട്ടി അങ്ങനെയൊക്കെയാണ് ഞാനിതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മരുന്ന് കഴിച്ചിട്ട് 6 വർഷമായി. ഞാൻ ഒന്നിനും മരുന്ന് കഴിക്കാറില്ല. എനിക്കങ്ങനെ അതാണ് എനിക്ക് എൻ്റെ ഭഗവാൻ തന്നെ എല്ലാം നടത്തി തരുന്നത്. ഭഗവാൻ തന്നെയാണ് എല്ലാം. കാരണം അമ്മ പറയുന്നത് പോലെ കേട്ട് അതേ അനുസരണയോടുകൂടി പോയ ഭഗവാൻ കൈവടിയില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. അതെനിക്ക് അനുഭവമുണ്ട്. അങ്ങനെ ഇവിടെ പൂജ നടത്താറുണ്ട്. പൂജയ്ക്കൊന്നും അങ്ങനെ പൈസയൊന്നും ആകാറില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. അമ്മയ്ക്ക് നമുക്ക് കയ്യിലുള്ളതുപോലെ നമുക്ക് എന്തെങ്കിലും അത് ബുദ്ധിമുട്ട് വിളിച്ച് പറയുമ്പോൾ ചെറിയ 1 രൂപ 50 2 രൂപ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ മതി. അപ്പം നമ്മൾ ആ ബുദ്ധിമുട്ടുകളങ്ങ് മാറും. അത്രയൊക്കെ ഇവിടെ അത് ഭഗവാന് ഏത് കോവിലാണോ നമ്മൾ അടുത്തുള്ള കോവിലിൽ കൊണ്ടുവന്നിടാനായിട്ട് പറയും. അവിടെ ഇന്നത് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. അപ്പോഴത്തേക്കും നമ്മൾ ആ ബുദ്ധിമുട്ടങ്ങ് മാറും. ഇവിടെ വേറെ ഒരു നല്ല രീതിയിലുള്ള ഇതാണ് നടക്കുന്നത്. എല്ലാവരും ഒന്നുപോലെയാണ്. ഒരുത്തരെയും വലുതെന്നോ ചെറുതെന്നോ ഒന്നും നോക്കാറില്ല. എല്ലാവരും അമ്മയ്ക്ക് ഭഗവാന് തുല്യരാണ്. പിന്നെ ഭഗവാൻ ആരാണോ നിൽക്കുന്നത് അവർക്ക് ശിക്ഷ കൊടുക്കും. അത് ഉറപ്പാണ്. അതിന്
ഇതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഞാനിവിടെ എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരും. ഇനി ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ അമ്മയെ വിളിക്കും. അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം തന്നെയാണ് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ കടക്കാർ വിളിച്ച് എന്നെ ശല്യം ചെയ്യുമ്പോൾ അമ്മയെ വിളിക്കും. അമ്മ അത് നീ വിഷമിക്കാതെ എൻ്റെ വീട് വിൽക്കാൻ നേരത്തെ അമ്മ പറഞ്ഞു, വിൽക്കല്ലേ, ഭഗവാൻ നിനക്ക് നേടിത്തരും വിൽക്കരുതേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കേട്ടില്ല. ഞാൻ കേൾക്കാതെ ഞാനത് ചെയ്തതിൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ച്, നല്ലവണ്ണം അനുഭവിച്ച്. അതിന് ഞാനിവിടെ വന്ന അമ്മേരോട് ഞാൻ ക്ഷമ പറഞ്ഞ് അമ്മ പറഞ്ഞതൊക്കെ കേൾക്കാതെ ഞാനിത് ചെയ്തതിൽ എനിക്കത് തെറ്റുപറ്റി. അങ്ങനെ ഇപ്പോൾ ഞാൻ 6 വർഷം കൊണ്ട് ഞാനിവിടെ വരികയാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് വരുന്നതിൽ ഭയങ്കര സന്തോഷം. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഇതാണ്, നല്ലൊരു മോട്ടിവേഷനാണ്. മുതലൊന്നുമില്ലാത്തൊരു അനുഭവം വരും. അമ്മയുടെ ഭഗവാന്റെ കീർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ ഓരോ പാട്ട് പറയുമ്പോൾ ആ പാട്ട് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അതങ്ങ് മാറും. കാര്യം മക്കളാണെങ്കിൽ അവർക്ക് ഇതുണ്ട്, അവർ ദൂരെ ഇവിടെ വന്നിട്ടില്ല, അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ അവരിവിടെ വന്നിട്ടില്ല. അതിൽ ഞാൻ അവരെ എപ്പോഴും വഴക്ക് പറയും. എൻ്റെ ഒരു മോക്കാണെങ്കിൽ ആദ്യം ഒരു പെട്ടെന്നൊരു ജന്നി പോലെ വന്ന് അവൾ ബോധം കെട്ട് വീണു. അന്ന് ആ അമ്മയോട് വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ്. അമ്മ ഉടനെ തന്നെ പവർ തന്നു. ആ പവർ കിട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞത് അവളൊന്ന് എണീറ്റ്. അതെൻ്റെ ഭർത്താവിന് ഈ മൂത്രത്തെരപ്പിൻ്റെ അസുഖം വന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആളിൻ്റെ ബുക്ക് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് മനുഷ്യർക്ക് ബുക്ക് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ്. അമ്മ പറഞ്ഞ് ബുക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു അടുത്തുള്ള കോവിലിൽ ഒരു 2 രൂപ പട്ട് വാങ്ങിച്ച് കൊടുക്കാനെന്ന് പറഞ്ഞിങ്ങനെ അത് പറഞ്ഞതിന് ശേഷം അതങ്ങ് മാറി, ആ ബുദ്ധിമുട്ടങ്ങ് മാറി. ഞാൻ അപ്പം അമ്മയെ വിളിച്ച് പറഞ്ഞ് ആ ബുദ്ധിമുട്ട് മാറി. അങ്ങനെ ഓരോരോ അനുഭവങ്ങളും എനിക്കുണ്ട്. ഇത്രയും വർഷം കൊണ്ട് ഇനി ചെറുതല്ല വലിയ വലിയ അനുഭവങ്ങൾ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഭഗവാൻ മാറ്റി തന്നു. അത് ഈ അമ്മയുടെ നടയിൽ വന്ന് തന്നെയാണ് എനിക്കത് മാറ്റിയത്. നല്ല പിന്നെ അനുസരണം വേണം. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. അനുസരണം ഇല്ലാത്തവരെ ഭഗവാൻ അംഗീകരിക്കില്ല. അതിന് ഞാൻ ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞാൻ എന്നാലും ഞാൻ കഴിവിട്ടില്ല. ഞാൻ അമ്മയുടെ നടയിൽ വന്ന് അമ്മ പറയും പോലെ കേട്ട് എനിക്ക് അതിനുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വലുതായിട്ടല്ലേ ചെറുതായിട്ടായാലും എനിക്ക് ഇന്നിപ്പോൾ ഒരാളിനെ വിളിച്ചെന്ന് എൻ്റെ ആൾ തന്നെ വഴക്ക് പറയണമെങ്കിൽ അത് പറയുമ്പോഴത്തേക്ക് ആ ആൾ തന്നെ പിന്നീട് വിളിച്ചെന്നെ ആശ്വസിപ്പിക്കുക. ആ അവസ്ഥ വരെ ഭഗവാൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ നിങ്ങളവിടെ അത് നടക്കണോ ഇവിടെ അതങ്ങനെ യാതൊരു കാര്യമില്ലെന്ന് നമുക്കറിയാം. നമ്മളെ അനുഭവം വെച്ച് നമുക്കറിയാം ഇവിടെ എന്താണ് ഏതാണെന്നുള്ളതെല്ലാം നമുക്കറിയാം. അങ്ങനെ ഞാൻ എത്രയോ പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം വന്ന് ഇവിടെ കണ്ട് ചില ആൾക്കാർ തുടർന്ന് പോകും, ചില ആൾക്കാർ വിട്ടുപോകും. അങ്ങനെ തുടർന്ന് പോകുന്നവർക്ക് അതിൻ്റേതായ നല്ല അനുഭവങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. അതിൽ ഒരു സംശയവുമില്ല. നല്ല അനുഭവങ്ങൾ തന്നെ അവർക്ക്. കിട്ടാത്തവരാരും വരുമില്ലല്ലോ, കിട്ടുന്നവർ മാത്രമല്ലേ വരും. അപ്പോൾ അതിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത്. അങ്ങനെ ഇവിടെ നവജഗന്മാർ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭഗവാന്റെ ഒരു കീർത്തനമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലതേ കിട്ടുള്ളൂ, നല്ലത് തന്നെ വരും. കിടക്കാൻ നേരത്ത് അമ്മയുടെ ഒരു ബുക്കുണ്ട്. ആ ബുക്ക് എടുത്ത് തലേണയുടെ കീഴിൽ വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് വച്ചിട്ട് കിടന്നാൽ നമുക്ക് അതിൻ്റേതായ നല്ല അനുഭവങ്ങൾ വരും. അതിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ അതിൻ്റെ
പിന്നെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഞാൻ ബുക്ക് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകും. ആ കാര്യം എനിക്ക് സാധിച്ചിരിക്കും. എവിടെ പോയാലും നമ്മളെവിടെ പോയി നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും, അവിടെ എനിക്ക് ആദ്യം നല്ല കാര്യങ്ങൾ തന്നെ നടക്കും. അനുഭവം കൊണ്ട് പറയുന്നു. ബുക്കും പ്രാർത്ഥിച്ചിട്ട് പോയാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ വിചാരിക്കും ഇവിടെ ഇത്രയും ആൾക്കാർ വയ്ക്കുന്നത് ഇങ്ങനെ ഇല്ല. അവിടെ നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു പരിഗണന കിട്ടും, അത് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതുവരെയുള്ളത്. 6 വർഷം കൊണ്ട് ഞാൻ ഇത് നല്ലവണ്ണം മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് എനിക്ക് എഴുതി നടക്കാൻ പറ്റുന്ന കാലം വരെയും ഞാൻ വരും. എനിക്ക് ഞാൻ അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഒരു പൂജ സമയത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഒരുപാട് അനുഭവമില്ലാത്ത ആൾക്കാരും വരില്ലല്ലോ. ഒരിക്കലല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം അനുഭവമുള്ളവർ തന്നെയാണ് വരുന്നത്. പിന്നെ വലിയ രീതിയിലുള്ള ഇത് അനൗൺസ്മെൻറ്റ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ഇതില്ല, അറിവില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള അനുഭവങ്ങൾ കിട്ടുകയുള്ളൂ. ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അതിൻ്റെ അനുഭവങ്ങൾ കിട്ടുകയുള്ളൂ. അനുഭവിച്ചറിയുക. അനുഭവത്തിൻ ജഗന്നാഥനായി, ഭൂമിനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധം ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8089742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.